നമസ്കാരം. ഈ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ അതിന് ധർമ്മക്കാരെന്നോ VIP-കളെന്നോ സിനിമാ നടനെന്നോ രാഷ്ട്രീയക്കാരനോ ഒന്നുമില്ല. ഇതെല്ലാവരിലും ആ പ്രവണത അവൻ്റെ മനസ്സിൽ ഉറച്ചു കിടക്കുന്നുണ്ട്. ഈ ലൈംഗിക ചേഷ്ടകൾക്ക് എല്ലാവരും ഉള്ള ഈ ലൈംഗിക ആസക്തി എല്ലാവർക്കും ഉള്ളതാണ്. ലൈംഗികമായിട്ടെല്ലാം വേണം വേണ്ടെന്നുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണം, അവനെല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. അവൻ ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവനതിന് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. പിന്നെ ലൈംഗികം വേറെ മോശമെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം ഇതൊരു നാച്ചുറൽ പ്രിൻസിപ്പിൾ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേച്ചർ അല്ലെങ്കിൽ ഗോഡ് മനുഷ്യന് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ വിശക്കുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും, ദാഹം വരുമ്പോൾ വെള്ളം, പിന്നെ അതിന് പറയുന്നത് അപ്പിറ്റൈറ്റ് എന്നാണ്. അപ്പം ഈ ഫുഡ് അപ്പിറ്റൈറ്റ് ടു ദി ഫുഡ് വെള്ളത്തിനോടുള്ള ഇത് അതുപോലെ തന്നെയാണ് ലൈംഗിക അതിനും ഒരു അപ്പിറ്റൈറ്റാണ്. അതിന് ഈ ലൈംഗികമായിട്ടുള്ള അപ്പിറ്റൈറ്റ് എന്ന് പറയാം, സെക്ഷൽ അപ്പിറ്റൈറ്റ്. പക്ഷേ ഈ അപ്പിറ്റൈറ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഏതായാലും ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ആഹാരം കഴിക്കണമെന്ന് പോകുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു, വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നു, മറ്റേത് ലൈംഗികമായിട്ട് അത് ചെയ്യുന്നു. അത് നോർമൽ തന്നെയാണ്, അതിലേക്ക് ഉണ്ടാകണം. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ജാതിയും മതമൊന്നും പറയുന്നതല്ല. ഇതിൽ പ്രീസ്റ്റായി കഴിഞ്ഞാലും സാധാരണക്കാരനായി കഴിഞ്ഞാലും ഇത് ഉണ്ടാകണം. ഇല്ലെങ്കിൽ അവനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിനൊന്നും എല്ലാത്തിനും ഒരു മറവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാതെ, ഇതൊന്നും കൺട്രോൾ ചെയ്യാതെ മാനസികമായിട്ടുള്ള സമനില തെറ്റിയിട്ടുള്ളത് പോലെയാണ് ചില ആളുകൾ പെരുമാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ബസ്സിനകത്ത് കയറി കഴിഞ്ഞാലും ആണുങ്ങളാണ് ഇത് കൂടുതൽ കാണിക്കുന്നത്. സ്ത്രീകൾക്കും ഇല്ലെന്നൊക്കെ പറയാൻ ഒക്കത്തില്ല, അത് വളരെ ചുരുക്കമാണ്. ഇപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരക്കിൽ പോയിട്ട് ഇവന് ഏതെങ്കിലും പിള്ളേരെയൊക്കെ ഒന്ന് പോയി തടവിയോ അതൊക്കെ ചെയ്തിട്ട് ചേർന്ന് നിന്നിട്ട് അവസാനം എന്തെങ്കിലും കയറി പിടിക്കുകയൊക്കെ ചെയ്യും, അടിയും കിട്ടും. ഒന്ന്. പിന്നെ ഈ ആവശ്യത്തിലധികം ലഹരി ഉപയോഗിക്കും. ആവശ്യം എന്ന് പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതല്ല, അത് അവനെ മത്താക്കും. ആദ്യം ഇപ്പോൾ ഉദാഹരണം, അവൻ ആദ്യം പിന്നെ മയക്കുമരുന്ന് കഴിക്കും, പിന്നെ മയക്കുമരുന്ന് അവനെ കഴിക്കും. അല്ലെങ്കിൽ ആദ്യം പിന്നെ ആൽക്കഹോൾ അവൻ കുടിക്കും, പിന്നെ അവനെ കുടിക്കും. അപ്പോൾ സമനില തെറ്റിയിട്ട് ഇതൊക്കെ ഒരു മാനസിക വികൃതികൾ തന്നെയാണ്. ഇതിന് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസും പിന്നെ മെഡിക്കേഷനും അത്യാവശ്യമാണ്. അതൊരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അവരത് ആവശ്യത്തിനുള്ള മെഡിസിൻസോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപദേശങ്ങളോ അവർ കൊടുക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇതിനകത്ത് കയറി ഈ പിന്നെ പൊതുജനങ്ങളുടെ സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും എല്ലാം കയറി ഒരു ലൈംഗിക ചേഷ്ടകൾ കാണിക്കും. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു അഡ്വക്കേറ്റുണ്ട്. ഇപ്പോൾ അയാൾ മരിച്ചുപോയി. ഞാൻ രാവിലെ നല്ല ടിപ്പ് ടോപ്പായിട്ട് അങ്ങ് ഡ്രസ്സ് ചെയ്യും, നല്ല താടിയൊക്കെ വളർത്തി കണ്ടു കഴിഞ്ഞാൽ നല്ല സംഭവം. എനിക്കൊരു കുഴപ്പം, ഏത് ലേഡീസ് പോയി കഴിഞ്ഞാലും അവരുമായിട്ട് ശാരീരിക ബിസിനസ് ചെയ്യത്തുള്ളൂ. വീട്ടിൽ കാറുണ്ട്, 2 വീലറുണ്ട്, കൊണ്ടുവിടാൻ ആളുണ്ട്, ഡ്രൈവറുണ്ട്. എന്നാലും ഇങ്ങനെ നിർബന്ധമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ. അതൊരു ലൈംഗിക ചേഷ്ട തന്നെ. അതൊരു മാനസികമായിട്ടുള്ള ഒരു സമനില തെറ്റിയ രീതിയിലാണ് പെരുമാറ്റം. ഇതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെ എല്ലാ ഫീൽഡിലുള്ളവർക്കും ഉണ്ട്. ഇതിലാരും ഫീൽഡിലും മോശക്കാരും ഇല്ല. ഇപ്പോൾ ഓഫീസുകൾ സംഭവിക്കുന്നുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സംഭവിക്കുന്നുണ്ട്, ഈവൻ ലീഗലായിട്ടുള്ളവരുണ്ട്. എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ പിന്നെ ജഡ്ജിമാർ അല്ലെങ്കിൽ അവിഹിതമായിട്ട് നമ്മളടുത്ത് പെരുമാറി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരൊക്കെ നിയമം കാക്കുന്ന ആയിരുന്നാലും ഇത് അവർ ഉണ്ടാവും. ഇതൊരു അവരുടെ കുഴപ്പം, മുഴുക്കെ അവരുടെ കുഴപ്പമെന്ന് പറയില്ല, അവരുടെ മാനസികമായിട്ടുള്ള കുഴപ്പങ്ങളാണ്. പക്ഷേ ഇതെല്ലാം മനുഷ്യനിത് സബ്സൈഡ് വയ്ക്കും. അതിന് സപ്രഷൻ ഓഫ് എമോഷൻസ്. ഈ എമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലാണ് കൂടുതൽ ആളുകളുടെയും പെരുമാറ്റം. പക്ഷേ ഇതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള
കൗൺസിലിംഗ് ഉണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദയവ് ചെയ്ത് ഇതുപോലുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇഷ്ടം പോലെ, വിദ്യാഭ്യാസമുള്ള ആളാണ് കൂടുതലും ചെയ്യുന്നത്. മറ്റേ വിവരമില്ലെങ്കിൽ വിവരക്കേടെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ആളുകൾക്ക് ഇതിൻ്റെ ഒരു രീതി, ഇതിലൊരു സുഖം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ശരീരത്തിൽ രമിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു സുഖം, പിന്നെ മൃഗങ്ങളിൽ രമിക്കുന്ന അത് വേറൊരു സുഖം. ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ ചെയ്ത് നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളെയും ബാക്കിയുള്ളവരെല്ലാം ആ സംസ്കാരം വരെയും തെറ്റിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ലൈംഗിക ചേഷ്ടകൾ. ഇത്രയും പറഞ്ഞെങ്കിലും ഇനി നമുക്ക് എന്തെങ്കിലും പ്രയോജനം വരണ്ടേ? അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇതൊക്കെ പറയുന്നുവെങ്കിലും എല്ലാവരുടെയും ഒരു പൊതുജനത്തിൻ്റെ ഒരു നോളഡ്ജിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അല്ല ഇത് പറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, പിന്നെ ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക. ഇതൊരു 5 ലക്ഷം രൂപ വരെ വരുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു നല്ലൊരു ശതമാനം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കോംപ്ലിക്കേഷൻ ഇല്ലാതെ എല്ലാ നിങ്ങൾക്ക് ജോലികൾ ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഏതായാലും കുഴപ്പമില്ല, ഹെമിപ്ലേജിയ, പാട്രാപ്ലേജിയ അതുപോലുള്ള പല സോക്കേടുകൾക്ക് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടാവുന്ന ഒരു കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു.